പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഒരു അത്ഭുതം മാത്രമായിട്ട് ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ഡീക്കനായി പൗരോഹിത്യത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ മരിച്ചു. ഈ അവസരത്തില് അന്ന് ആർച്ച് ബിഷപ്പായിരുന്ന അഭിമന്യ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവിനെ ഞാൻ സന്ദർശിച്ചു. അഭിമന്യ പിതാവ് പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ കാശുരൂപം സമ്മാനമായി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞു, മകനെ, നിന്നോടുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ഭൗമികമായ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി. എന്നാൽ നിന്നോടുകൂടെ ആയിരിക്കുവാൻ എന്നും നിത്യമായ ഒരു അമ്മയെ ഞാൻ സമ്മാനമായി നൽകുകയും നിന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. അഭിമന്യ പിതാവ് നൽകിയ നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ വത്സല മകനായി ജീവിക്കുവാൻ ഞാൻ പരിശ്രമിച്ചു. അങ്ങനെ കാലക്രമേണ വല്ലാർപാടത്തമ്മയുടെ സവിധത്തിൽ എത്തിച്ചേർന്നു. ദിവസവും നിരവധി അത്ഭുതങ്ങൾ അവിടെ നടക്കാറുണ്ട്. അതിൽ ഒരു മഹാത്ഭുതമായിട്ട് എൻ്റെ ഈ നിയോഗത്തെ ഞാൻ കാണുകയാണ്. ഈ ദിവസങ്ങളിൽ ചില വൈദികര് എന്നെ കാണുമ്പോൾ വത്തിക്കാനിൽ നിന്ന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സൂചനകളുമൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇവരെ ഇപ്രകാരം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. കാരണം വിദേശ പഠനങ്ങളോ അല്ലെങ്കിൽ സംഘടനാ പാഠവുമൊന്നും അത്രമാത്രം തെളിയിക്കാത്ത വ്യക്തിയാണ് സാധാരണ ഒരു വികാരിയച്ഛൻ എന്ന രീതിയിൽ ഞാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ സംഘർഷങ്ങളും ഉറക്കമില്ലായ്മയും ഒക്കെ പല ദിവസങ്ങളിൽ ഉണ്ടായി. ഈ അവസരത്തിൽ ആശുപത്രിയിൽ പോലും എൻ്റെ പെങ്ങൾ എന്നെ പറഞ്ഞു വിട്ട്, എന്താണ് ശരീരത്തിന് എന്തോ അസുഖം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ ഒടുവില് ആശ്രയിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തില് ദാവീദിന്റെ നിയോഗത്തെ കുറിച്ച് വായിക്കാനും ധ്യാനിക്കുവാനും ഇടയായി. കുഞ്ഞു ദാവീദ് ജെസ്സയുടെ 10 മക്കളിൽ വലുപ്പം കൊണ്ടും കായിക ശേഷി കൊണ്ടും ചെറിയവനായിരുന്നു. എങ്കിലും ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ഗോലിയാത്ത് എന്ന മഹാവില്ലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദ് അടിമുടി വിറയ്ക്കുന്നുണ്ട്. ഇപ്രകാരം വിറയ്ക്കുന്ന ദാവീദിന്റെ മനസ്സിലേക്ക് കടന്നുപോയത് ദൈവത്തിന്റെ സഹായത്താല് സിംഹത്തെ ഒരിക്കല് കീഴ്പ്പെടുത്തിയ രംഗമായിരുന്നു. ദാവീദ് സ്വയം പറഞ്ഞു, ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഒരു നാൾ ഞാൻ സിംഹത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റും എന്ന്. ഈ ഒരു അറിവും ഈ ഒരു ധ്യാനവുമായിരുന്നു നമ്മുടെ നുൻഷ്യോ എന്നോട് പ്രകാരം ചോദിച്ചപ്പോൾ എസ് എന്ന് സമ്മതമൊള്ളുവാൻ എനിക്കിടയാക്കിയത്. കൊച്ചു ഇടയനായ ദാവീദിനെ പോലെ കൊച്ചിടയനായ എന്നെ കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. ആ ഈശോയ്ക്കും ത്രിത്വൈക ദൈവത്തിനും ഈ അവസരത്തില് ഞാൻ നന്ദി പറയുകയാണ്.